ഹായ് ഓൾ. ബാംഗ്ലൂർ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഏകദേശം 7 മണിയോട് കൂടി ഞാൻ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ ജമ്മലമടുഗുവിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ പെന്ന നദിയുടെ വലതുകരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമവും ചരിത്രപ്രസിദ്ധമായ ഗണ്ടിക്കോട്ടയും കാണാൻ വേണ്ടിയാണ്. മജസ്റ്റിക് ബസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 7:45 കൂടിയാണ് ഈ ബസ് പുറപ്പെടുന്നത്. നേരിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 550 രൂപയും ഓൺലൈൻ വഴിയാണെങ്കിൽ ഏകദേശം 655 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 9 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. ഞാൻ ബസ്സിൽ കയറി സീറ്റ് ഉറപ്പിച്ചു കുറച്ചു നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. നൈറ്റ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. യാത്ര തുടങ്ങി 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവറിന് ടീ ബ്രേക്കിനായി വണ്ടി നിർത്തി. ഞാനും ഒരു ടീയൊക്കെ കുടിച്ചു. ഇനി കുറച്ചു നേരം കിടന്നുറങ്ങണം, അതാണ് അടുത്ത ലക്ഷ്യം. ബസ്സിലാണെങ്കിൽ യാത്രക്കാർ വളരെ ചുരുക്കമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏകദേശം 4:30 കൂടി ജമ്മലമടുഗു ടൗണിൽ എത്തി. ഇവിടെ നിന്നും എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ബസ് ഇനി 5:45 ഉള്ളത്. കുറച്ചു നേരം ബസ് സ്റ്റാൻഡിലിരുന്നു. നേരം പരവരാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ നല്ല കൊതുകുമുണ്ട്. ജമ്മലമടുഗു എന്ന ഈ ടൗണിൽ നിന്നാണ് നമുക്ക് ഗണ്ടിക്കോട്ടയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ബസ് വഴിയാ പോകാൻ ഉദ്ദേശമെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾക്ക് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. രാവിലെ 5:45 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബസ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷമേ ഗണ്ടിക്കോട്ടയിലേക്ക് ബസ്സുള്ളൂ. പിന്നെയുള്ള യാത്രാമാർഗം ഷെയർ ടാക്സികളാണ്. യാത്ര ആരംഭിച്ചു. ഏകദേശം 15 മിനിറ്റോളം എടുക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിച്ചേരാനായിട്ട്. പോകുന്ന വഴിയെ ചെറിയ ചെറിയ പുഴകളും പച്ചക്കറി തോട്ടങ്ങളുമാണ് റോഡിന് ഇരുവശങ്ങളും കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു കുഞ്ഞു റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം താണ്ടിയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിലെ കണ്ടക്ടർ ചേച്ചിയും യാത്രക്കാരും തമ്മിൽ എന്തൊക്കെയോ കുശലങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഭാഷ അറിയാത്തതിനാൽ എനിക്കൊന്നും മനസ്സിലായില്ല. പുറമേയുള്ള കാഴ്ചയൊക്കെ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എങ്കിലും എൻ്റെ മനസ്സ് മുഴുവനും ഗണ്ടിക്കോട്ട എന്ന കൊച്ചു ഗ്രാമവും അതിനോട് ചേർന്ന് കിടക്കുന്ന ചരിത്ര അവശേഷിപ്പുകളും പിന്നെ ദ ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കാനിയോൺ വ്യൂ പോയിൻറ്റും ആണ് എൻ്റെ മനസ്സിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഗണ്ടിക്കോട്ട നിയർ ബൈ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ യരഗുണ്ടലയാണ്. യരഗുണ്ടലയിൽ നിന്നും നമുക്ക് ജമ്മലമടുഗുവിലേക്ക് ബസ് ലഭിക്കുന്നതാണ്. ഇവിടെയും ഇപ്പോൾ മഴ സീസൺ ആണെന്ന് തോന്നുന്നു. വന്ന വഴിക്കൊക്കെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ക്ലൈമറ്റ് നമുക്ക് അനുകൂലമായിരുന്നു. അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് പൊതുവെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ചൂട് കൂടുതലുള്ള സ്ഥലമാണ്. എന്താകുമെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഏകദേശം സ്ഥലം എത്താറായെന്ന് തോന്നുന്നു. നമുക്കായുള്ള വെൽക്കം ബോർഡൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുപ്പൊക്കെ കണ്ടപ്പോൾ ഡ്രൈവറിനും ഇൻട്രസ്റ്റ് ആയി. അണ്ണൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അണ്ണൻ്റെ വീഡിയോ എടുത്തു കൊടുത്തു. അണ്ണനും ഹാപ്പി. പിന്നെ കുറച്ച് നേരം അറിയാത്ത ഭാഷയിൽ അണ്ണനായിട്ട് സംസാരിച്ചു. അണ്ണൻ തന്നെയാണ് കുറേ നാളായിട്ട് ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്നത്. എന്നെയും ചേർത്ത് ആകെ 5 യാത്രക്കാരാണ് ഈ ബസ്സിലുള്ളത്. അവരിൽ ചിലർ പച്ചക്കറി തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോകുന്നവരാണ്. 6 മണി ആയപ്പോഴേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇനിയുള്ള പരിപാടി നല്ലൊരു റൂം എടുക്കണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, വൈകുന്നേരത്തെ സൺസെറ്റ് കാണണം. ഇതാണ് ഇന്നത്തെ പ്ലാൻ. 900 രൂപയ്ക്ക് നല്ലൊരു റൂം കിട്ടി. കുറേ നേരം കിടന്നുറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സൺസെറ്റ് കാണാനായിട്ട് ഇറങ്ങി നടന്നു. പാറക്കെട്ടുകൾക്കിടയിൽ കൂടെയുള്ള സൺറൈസും സൺസെറ്റുമാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. സൺസെറ്റും കണ്ടു, ഡിന്നറും കഴിച്ചു, വീണ്ടും റൂമിലേക്ക് മടങ്ങി. രാവിലത്തെ സൺറൈസ് കണ്ടുകൊണ്ട് നമുക്ക് ബാക്കി അത്ഭുത കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പുലർച്ചെ 4:30 കൂടി എണീറ്റു. പ്രഭാത കർമ്മങ്ങളെല്ലാം നടത്തി എന്നെ കാത്തിരിക്കുന്ന അത്ഭുത കാഴ്ചകൾ കാണാൻ വേണ്ടി നടന്നു തുടങ്ങി. തുടക്കത്തിൽ തന്നെ കാണാൻ സാധിച്ചത് ഒരു വലിയൊരു പടുകൂറ്റൻ മതിൽക്കെട്ടിനോട് ചേർന്ന ഒരു റൂട്ട് മാപ്പുമായിരുന്നു. ആ റൂട്ട് മാപ്പും നോക്കി അത്യാവശ്യ കാര്യങ്ങളും മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് നടന്നു. പുലർച്ചെ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചുറ്റുവട്ടത്തൊന്നും ആരെയും കാണാൻ സാധിച്ചില്ല. ഏകദേശം 300 അടിയോളം ഉണ്ടാകും ഈ മതിൽക്കെട്ടുകളുടെ ഉയരം. ചുറ്റുപാടൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചിലയിടങ്ങളിലൊക്കെ പുല്ല് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. കോട്ടയുടെ പ്രധാന കവാടത്തിനോട് ചേർന്ന് തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്കു എന്നീ 3 ഭാഷയിൽ നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇനി കോട്ടയ്ക്കുള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് 2 പശുക്കുട്ടന്മാർ എന്നെ പിന്നിലാക്കി അവരാദ്യം കടന്നുപോയി. പിന്നെ ഒന്നും നോക്കില്ല, ഞാനും പതിയെ അവരെ ഫോളോ ചെയ്തു. കയറുമ്പോൾ തന്നെ ഇരുവശങ്ങളിലും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച 2 കോട്ട വാതിലുകൾ കാണാം. നിലം മുഴുവൻ കല്ലുകൾ പാകിയിരിക്കുകയാണ്. വാതിലിന് കുറച്ച് പിന്നിലായി ഇരുവശങ്ങളിലും ചെറിയൊരു ഇരിപ്പിടം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് കാവൽക്കാർക്ക് വേണ്ടി നിർമ്മിച്ചതായിരിക്കാം. ഈ കോട്ടയിലെ കാഴ്ചകളും മറ്റും കാണാനായിട്ട് നമ്മൾ ഒരു വിധത്തിലുള്ള ഫീസും ഇവിടെ അടയ്ക്കേണ്ടതില്ല. എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കയറി കാണാവുന്നതാണ്. കോട്ടയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ വലത് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞ് ക്ഷേത്രമാണ്.
ഉള്ളിലായി ഒരു കുഞ്ഞു വിഗ്രഹം എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ ഇരുട്ടായതിനാൽ എനിക്കത് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. ധാരാളം കിളികളും അണ്ണാനും എല്ലാം ഇവിടെ വിലസി നടക്കുന്നത് കാണാൻ സാധിച്ചു. ഇടതുവശത്തായിട്ട് മുകളിൽ കാണുന്നതാണ് ഇവിടുത്തെ വാച്ച് ടവർ. വാച്ച് ടവറിൻ്റെയും മതിൽക്കെട്ടിൻ്റെയും ഇടയിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. വാച്ച് ടവറും കഴിഞ്ഞ് മുന്നിലോട്ട് നടക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു ചാർമിനാറാണ്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടുത്തെ തലമൂത്ത കാരണവന്മാർ ഇവിടെ വന്ന് കുശലം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം അറിയാൻ സാധിച്ചത്, ഗാന്ധിക്കോട്ട എന്ന കൊച്ചു ഗ്രാമം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയ്ക്കുള്ളിലായിട്ടാണ്. ഏകദേശം 100 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ കണ്ടൊരു വല്യമ്മ പറഞ്ഞതെന്ന അറിവാണ്. വല്യമ്മ ഉദ്ദേശിച്ചത് 100 വീടാണോ അതോ 100 ആളുകളാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. രാവിലെ സമയങ്ങളിൽ നമുക്ക് ഇവിടെ നിന്നും മുട്ടദോശയും ഓംലേറ്റും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്രാമത്തിന് നടുവിൽ കൂടെ പോകുന്ന ഒരു ഇടുങ്ങിയ വാർക്ക വഴിയും ആ വഴിയിൽ ഇരുവശങ്ങളിലായി കാണുന്ന ചെറിയ വീടുകളും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഭംഗി കൂട്ടുന്നത്. അവസാനത്തെ വീടും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലും തോറും കോട്ടയുടെ അവശേഷിപ്പുകളാണ് ഇനി കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇവിടുത്തെ ഭൂരിഭാഗം നിർമ്മിതികൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു തരം ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ്. ചെറുവാഹനങ്ങൾക്കായി ഉള്ളിൽ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓഫ് സീസൺ ടൈമാണെന്ന് തോന്നുന്നു. വളരെ ചുരുക്കം ആൾക്കാരെ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. എൻ്റെ മുന്നിലായി കുറച്ച് പേർ നടന്ന് നീങ്ങുന്നുണ്ട്. അവർ സൺറൈസ് പോയിന്റിലേക്കാണെന്ന് തോന്നുന്നു. പോകുന്ന വഴിയെ ഇടതുഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ മസ്ജിദ്. വീഡിയോയിൽ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഭംഗി തോന്നുന്നുണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഒരു രക്ഷയുമില്ല. ഈ കോട്ടയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1123 കല്യാണയിലെ പടിഞ്ഞാറൻ ചാലൂക്യ വംശത്തിലെ കാപ്പ രാജാവാണ് ഗണ്ടിക്കോട്ട പണി കഴിപ്പിച്ചത്. തെലുങ്കു ഭാഷയിൽ ഗണ്ടി എന്നാൽ മലയിടുക്കെന്നാണ് അർത്ഥം. ഗണ്ടിക്കോട്ട കുന്നുകൾ എന്നറിയപ്പെടുന്ന ഏരമല മലനിരകളുടെ ഇടയിലുള്ള മലയിടുക്കിൽ നിന്നാണ് ഗണ്ടിക്കോട്ടയ്ക്ക് ആ പേര് വന്നത്. ഈ മലയിടുക്കിൽ കൂടെയാണ് പെന്നാർ നദി ഒഴുകുന്നത്. മസ്ജിദും കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ വലതുഭാഗത്തായിട്ട് നമുക്ക് വാഷ്റൂം സൗകര്യം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായി കാണാൻ പോയത് പണ്ട് കാലങ്ങളിൽ അരിയും മറ്റ് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റോറേജ് റൂമാണ്. ഇവിടെയാണ് ഇപ്പം ഓഫീസ് കാര്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൈഡിലുള്ള സ്റ്റെപ്പുകൾ കയറി ഞാൻ മുകളിൽ കയറി ഉള്ളിലേക്ക് നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമേറിയൊരു റൂം തന്നെയാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ കവാടങ്ങളൊക്കെ കാണാം. ആ കാഴ്ചയും കണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. കോട്ടയുടെ എവിടെ നോക്കിയാലും പാറക്കല്ലുകളും ചെറിയ കുറ്റിച്ചെടികളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായി കാണാൻ പോകുന്നത് എന്നെ ഇവിടെ എത്തിക്കാൻ പ്രേരിപ്പിച്ച ദ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പെന്നാർ നദിയും അതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മലയിടുക്കുകളും കാണാൻ വേണ്ടിയാണ്. സൺറൈസിനുള്ള സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. മേഘങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി ചിലയിടങ്ങളിൽ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നടക്കുന്ന വഴിയിലെ പാറക്കല്ലിലും മറ്റും ചില ലവ് ബേഡ്സ് അവരുടെ കരവിരുത് കാണിച്ചതായി കാണപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. വ്യൂ പോയിന്റ് കാണാനായി നമുക്ക് കുറച്ച് ദൂരം ഈ കല്ല് പാകിയ വഴി കൂടെ തന്നെ നടന്നു പോകാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടുള്ള യാത്ര ഇച്ചിരി ദുർഘടകരമാണ്. എന്തെന്നാൽ വലിയ പാറക്കെട്ടുകളും ഇതെല്ലാം ചവിട്ടിക്കയറി വേണം നമ്മൾ അവിടെ എത്താനായിട്ട്. ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ പാറക്കെട്ടുകളുടെ ഇടയിൽ അകപ്പെടാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ദൂരെയായി നോക്കിയാൽ കാണാൻ സാധിക്കും, എന്നിലും മുന്നേ പോയ യാത്രികരെല്ലാം തന്നെ സൂര്യോദയം കാണാനായിട്ട് കാത്തിരിപ്പുണ്ട്. ഞാൻ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. ഇനി വൈകിയാൽ ചിലപ്പോൾ എനിക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നടന്ന് താഴെ ചെല്ലുമ്പോൾ തന്നെ ഏകദേശം ചെറിയൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ അവർ കമ്പിവേലികൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഈ കാണുന്ന പാറക്കല്ലുകളെല്ലാം ചാടി കയറി വേണം നമുക്ക് മുകളിൽ ചെല്ലാനായിട്ട്. പതിവ് പോലെയൊക്കെ തന്നെ വേസ്റ്റ് കുപ്പുകൾ അവിടെ ഇവിടെ എല്ലാം കാണാം. ദയവ് ചെയ്ത് ഇനി പോകുന്നവരെങ്കിലും ഈ പ്ലാസ്റ്റിക്കും മറ്റും അവിടെ ഇടാതെ സൂക്ഷിക്കാൻ നോക്കണം. ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തി. ദൂരത്തായി നോക്കിയാൽ കാണാൻ സാധിക്കും ഇരുവശങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മലയിടുക്കുകളും അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന പെന്നാർ നദിയും. ആദ്യത്തെ ഈ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. അത്രയ്ക്ക് മനോഹരമായിരുന്നു. ഇവിടെ നിന്നും കുറച്ച് മാറിയാണ് അടുത്ത മെയിൻ വ്യൂ പോയിന്റ് വരുന്നത്. അങ്ങോട്ടുള്ള യാത്ര ഇച്ചിരി പാടാണ്. വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. നടക്കുമ്പോൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് നടന്നാൽ മാത്രം മതി. ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി ഫുള്ളായിക്കൊണ്ട് പോവുക. അത്രയധികം വ്യൂസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ഏകദേശം സമയം ആവാറായിട്ടുണ്ട്. പതിയെ നടന്ന് ഞാനും വ്യൂ പോയിന്റ് എത്താറായി. പോകുന്ന വഴിയെ കണ്ട ഒരു ജീവിയാണ്. ഏകദേശം നമ്മുടെ ഓന്തിനെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇവരൊരു റിസാർട്ട് ഫാമിലിപ്പെട്ട ജീവിയാണ്. ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് അഗാമ എന്നാണ്. ലോകത്തിലെ 7 പ്രകൃതിദത്ത അത്ഭുതങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് കാനിയൻ.
അമേരിക്കയിലെ അരിസോണയിലെ ഗ്രാൻഡ് കാന്യനായി സാമ്യമുള്ളതിനാൽ ഇതിനെ നമ്മുടെ ഗ്രാൻഡ് കാന്യൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. പെന്നാർ നദി രൂപപ്പെടുത്തിയെടുത്ത ഈ ഒരു മനോഹര കാഴ്ച നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. ഈ വ്യൂവിൻ്റെ ഒരു മനോഹാരിത വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എന്തായാലും എത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മതിമറന്ന് എൻജോയ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സീസൺ ടൈമുകളിലാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ ടെൻറ്റ് സ്റ്റേയും മറ്റും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടം വിസിറ്റ് ചെയ്യാനായി പറ്റിയ സമയം ഒക്ടോബർ ടു ഫെബ്രുവരിയാണ്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ അത്യാവശ്യം തിരക്ക് കാണുമെന്ന് അറിഞ്ഞതിനാലാണ് ഞാൻ ജൂൺ മാസം സെലക്ട് ചെയ്തത്. ഞാൻ വന്നത് എന്തായാലും നല്ല സമയത്തായിരുന്നു, തിരക്കൊട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം സമാധാനത്തോടെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ സാധിച്ചു. ചൂടും വളരെ കുറവായിരുന്നു. പെന്നാർ നദിയോട് ചേർന്ന് തന്നെ ഡാം ഉള്ളതിനാൽ ഈ വ്യൂ എപ്പോൾ വന്നാലും നമുക്ക് കാണാൻ ലഭിക്കുന്നതാണ്. കാത്തിരുന്ന സൂര്യൻ മെല്ലെ ഉദിച്ചു തുടങ്ങി. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ മേഘങ്ങളെ തൊട്ട് തലോടി ഉദിച്ചുയർന്ന ഈ ഒരു സൂര്യോദയം ഒരിക്കൽ നിങ്ങൾ മിസ് ചെയ്യരുത്. മൊബൈൽ ഫോണും മറ്റും മാറ്റി വെച്ചൊരു 15 മിനിറ്റോളം ഞാൻ ആ സൂര്യോദയം കണ്ട് അവിടെ അങ്ങ് ഇരുന്നു. പുലർച്ചെ വീശി അടിക്കുന്ന തണുത്ത കാറ്റും മേഘങ്ങളെ തഴുകിക്കൊണ്ട് ഉയരുന്ന സൂര്യനും മലയിടുക്കുകളെ തലോടിക്കൊണ്ട് ഒഴുകുന്ന പെന്നാർ നദിയും സമ്മാനിച്ച ഒരു എക്സ്പീരിയൻസ് എന്നെക്കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് ഇവിടെ വന്നിരിക്കണം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. കുറച്ച് നേരം അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു. നല്ല ക്ലൈമറ്റ് തന്നെ ആയിരുന്നു അതുവരെ. ഇതൊക്കെ കൂടാതെ തന്നെ പെന്നാർ നദിയിലൂടെയുള്ള ബോട്ടിങ്ങും അഡ്വഞ്ചർ പ്രോഗ്രാംസ് എല്ലാം തന്നെ ഇവിടെ ഉള്ളതാണ്. ഓഫ് സീസൺ ആയതുകൊണ്ട് എനിക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇനി 2 അമ്പലങ്ങൾ കൂടി കാണാൻ ബാക്കിയുണ്ട്. അതിലൊന്നാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഇനിയുള്ള നടത്തം അങ്ങോട്ടേക്കാണ്. അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ സൈഡിൽ കൂടെ എല്ലാം കയറുന്നുണ്ടായിരുന്നു. പതിയെ ആ സൈഡ് പിടിച്ച് ഞാൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അമ്പലത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠകളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടുത്തെ കൊത്തുപണികളും മറ്റും ഒന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ചിലരൊക്കെ മതിൽക്കെട്ടുകൾ ചാടിക്കടന്ന് ഉള്ളിലെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചില്ല. നല്ല മനോഹരമായൊരു ക്ഷേത്രം. ഇപ്പോൾ ഇത്രയും ഭംഗി തോന്നുന്നുവെങ്കിൽ മുൻകാലങ്ങളിൽ ഇതിൻ്റെ ഭംഗിയെക്കുറിച്ച് ഓർത്ത് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ചിന്തിച്ചു പോയി. ഈ കോമ്പൗണ്ടിൻ്റെ മതിൽക്കെട്ടിൽ കയറി നിന്നാൽ ഏകദേശം ഒരു 360 വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ ലഭിക്കുന്നതാണ്. ഇതൊരു രംഗനാഥസ്വാമി ടെമ്പിളാണ്. 9 മണിക്ക് ശേഷമേ ഈ പൂട്ടിയിട്ട ഗേറ്റുകൾ എല്ലാം തന്നെ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അടുത്തതായി പോകുന്നത് മാധവസ്വാമി ടെമ്പിൾ കാണാൻ വേണ്ടിയാണ്. മതിൽക്കെട്ടിന് മുകളിലെല്ലാം ധാരാളം ആൾക്കാർ കയറി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കോട്ടയ്ക്കുള്ളിലെയും അമ്പലങ്ങൾക്കുള്ളിലെയും ഇപ്പോഴത്തെ താമസക്കാർ തത്ത, വവ്വാൽ, അണ്ണാൻ, കുരുവികൾ തുടങ്ങിയവരാണ്. ഗണ്ടിക്കോട്ടയിൽ നിന്നും ഏകദേശം ഒരു 65 കിലോമീറ്റർ മാറി ബേലും കേവ്സ് എന്നൊരു കേവും ഉണ്ട്. ഈ ട്രിപ്പിൽ അതും കൂടി വേണേൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മസ്ജിദിൻ്റെ ഉൾഭാഗം നമുക്ക് കയറി കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനാൽ എനിക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊന്നും തന്നെ പകർത്താൻ പറ്റിയില്ല. മസ്ജിദിൻ്റെ ഇടതുഭാഗത്തായി കുറച്ച് നീങ്ങി മണൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മറ്റൊരു കുളവും നമുക്കവിടെ കാണാൻ സാധിക്കും. കുളത്തിൻ്റെ ഉൾഭാഗം പച്ച പുല്ലുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. പടിക്കെട്ടുകൾ എല്ലാം തന്നെ നശിഞ്ഞു പോയിട്ടില്ല. കുറച്ചൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുളത്തിനടുത്ത് നിന്നും ഏകദേശം 50 മീറ്റർ ദൂരം മാറിയിട്ടാണ് മാധവ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു മൺപാതയിൽ കൂടിയാണ് ക്ഷേത്രത്തിലേക്കുള്ള നടത്തം. ഇരുവശങ്ങളിലായി ധാരാളം മുൾച്ചെടികൾ നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിനടുത്ത് എത്തും തോറും ഉയരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 നിലകളോളം ഉണ്ട് ആ ഗോപുരത്തിന്. ആ 5 നിലകളിലും ഓരോ ചെറിയ കവാടങ്ങളും കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ക്ഷേത്രത്തിനെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തിന് ധാരാളം കൊത്തുപണികൾ കൂടുതലായി കാണാൻ സാധിച്ചു. ഇതൊക്കെ കൊത്തിയെടുത്ത കലാകാരന്മാർക്കൊരു ബിഗ് സല്യൂട്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഓരോ കൊത്തുപണികളും ചെയ്തിരിക്കുന്നത്. പതിവ് പോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റും അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ പുറമേ നിന്നെടുക്കാൻ പറ്റുന്നിടത്തോളം വിഷ്വലും കാര്യങ്ങളൊക്കെ ഞാൻ പുറമേ നിന്നെടുത്തു. ഈ ക്ഷേത്രവും വളരെ മനോഹരമായിട്ട് തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കൊത്തുപണിക്കെല്ലാം തന്നെ എനിക്കെന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്തു. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് കലാകാരന്മാർ ഓരോ രൂപങ്ങളും കൊത്തിവെച്ചിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിലെ മെയിൻ പോയിന്റുകളെല്ലാം കണ്ടു എന്ന് ഉറപ്പ് വരുത്തി ഞാൻ പുറത്തേക്ക് നടന്നു. ഈ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ പോയി കണ്ടിരിക്കണം. ഈ ഗ്രാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല. ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴിയിൽ കൂടി പുറത്തേക്ക് വരുമ്പോൾ ഈ കൊച്ചു കുളവും കാണാം. ആ കൊച്ചു കുളത്തിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന മരത്തിലെ കുരുവിക്കൂടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി എൻ്റെ പ്ലാൻ നേരെ റൂമിൽ പോകണം, ബാഗ് എടുക്കണം. ഗണ്ടിക്കോട്ടയിൽ നിന്നും ടൗണിലേക്കുള്ള ബസ് ഏകദേശം 6:10 കൂടി പോകും. പുലർച്ചെയുള്ള ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ടൗണിലേക്ക് പോകാനായിട്ട് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു ബസ്സും കൂടി ഉണ്ട്. ഇതിനിടയിലാണ് നിങ്ങൾ ടൗണിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതുണ്ടെങ്കിൽ ഷെയർ ടാക്സികൾ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ നിന്നും പോകാൻ പ്ലാൻ ചെയ്തത് ഏകദേശം 8 മണിയോട് കൂടി ടൗണിലെ സ്കൂളിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുന്ന സ്കൂൾ ബസ്സിൽ കയറി പോകാനാണ്. 30 രൂപയാണ് ഒരാൾക്ക്.
8 മണി ആയപ്പോഴേക്കും സ്കൂൾ ബസ് വന്നു. ഇനി അതിൽ കയറി നേരെ ജമ്മലമടുക്ക് ടൗണിൽ ഇറങ്ങണം. അവിടെ നിന്ന് നേരെ നാട്ടിലേക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും.